എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിന് ശേഷം ഇതിന്റെ ബാക്കി വിശേഷം, നാളത്തെ വിശേഷം ഞാൻ ഉച്ചയ്ക്കൊരു 1:30-2 മണിക്കുള്ളിൽ തന്നെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ അത് കയറി കാണണം കേട്ടോ. ഇതിന് ശേഷം ബാക്കി എന്താ സംഭവിച്ചത് നമുക്ക് അറിയണ്ടേ. അപ്പൊ ഇന്നത്തെ വിശേഷത്തിൽ നമ്മൾ കാണുന്നേ, ചന്ദ്രമതി സുധിയുടെ അരിയിലേക്ക് വന്ന് സുധി ഓടിപ്പോയി ചന്ദ്രമതി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയോ. എന്താ മോളെ, എന്ത് പറ്റിയെന്ന് ചോദിക്കണം. അല്ലമ്മേ, അച്ഛന്റെ അനുഗ്രഹം മേടിക്കണായിരുന്നു നേരത്തെ പറയണ്ടായിരുന്നോ? ഞാനെന്നെങ്കിൽ ഈ വിവാഹത്തിന് സമ്മതിക്കില്ലായിരുന്നല്ലോ. എല്ലാ കാര്യങ്ങളും അമ്മയോട് തുറന്നു പറഞ്ഞല്ലേന്ന് ചോദിക്കും. പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു, മോളെ അതിനിപ്പോ എന്താ സംഭവിച്ചേ? അവരൊക്കെ പറയുന്നു അച്ഛന്റെ അനുഗ്രഹം വേണമെന്ന്. ഒരു കാര്യം ചെയ്യും, ഞാൻ ഇവിടുന്ന് പൊക്കോളാന്ന് പറയണം. പെട്ടെന്ന് ചന്ദ്രമതി സുധിയോടിച്ചു, നീ ആണോ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. സുധിയുടെ അച്ഛനെ കുറിച്ചൊക്കെ ചോദിച്ചൊക്കെ, ഞാനല്ല അവരാ പറഞ്ഞെന്ന് പറയണേ. ലക്ഷ്മി അമ്മേനെ ചൂണ്ടിക്കാണിച്ച് പറയാ. ലക്ഷ്മി അമ്മയ്ക്ക് എന്ത് ചെയ്യണമെന്ന് എത്തില്ല. പെട്ടെന്ന് വന്നിട്ട് നീയാണോ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അല്ല, അത് പിന്നെ ഞാന്, കാരണം അച്ഛന്റെ അനുഗ്രഹം മേടിക്കുന്ന നല്ല കാര്യമാണല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞു. നല്ല കാര്യമാണല്ലോ പോലും. അവളുടെ അച്ഛനെ കുറിച്ചും അവളെ കുറിച്ചൊക്കെ അന്വേഷിക്കാൻ നിങ്ങളാരാ? അവളുടെ ഗാർഡിയനോ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കല്യാണം കൂടാൻ വന്നാണ് കൂടിയിട്ട് അവള് പോയാൽ മതി എന്ന് പറയാം. വല്ലാത്ത സങ്കടമായിപ്പോയി ലക്ഷ്മിയമ്മയ്ക്ക്. ഈ സമയം കലാവതി മുത്തശ്ശി പറഞ്ഞു, നീ എന്ത് വർത്താനം ചന്ദ്രയെ പറയണമെന്ന് ചോദിക്കുക. അല്ലാതെ പിന്നെ ഇവർക്ക് ചോദിക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? നല്ലൊരു ദിവസമായിട്ട് കണ്ടോ കരഞ്ഞോണ്ട് കൂടിയിട്ടാ ശ്രുതിമോള് കല്യാണ മണ്ഡപത്തിലേക്ക് കയറാൻ പോകുന്നത്. ആ ചിന്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടോ എന്ന് ചോദിക്കുക. അല്ല, അതിനിവിടെ തെറ്റും കുറ്റമൊന്നും പറഞ്ഞില്ലല്ലോ. ലക്ഷ്മി പറഞ്ഞു, ഞാൻ അച്ഛന്റെ അനുഗ്രഹം മേടിക്കുന്ന കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, അല്ല തെറ്റായിട്ട് ചീത്തയായിട്ട് ഒന്നും പറഞ്ഞില്ല എന്ന് പറയാം. അതിന്റെ ആവശ്യമില്ല. പറഞ്ഞല്ലോ, അതൊക്കെ നോക്കാൻ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അവൾ അനുഗ്രഹം മേടിക്കോ മേടിക്കാതിരിക്കോ ഒക്കെ ചെയ്യും. പറഞ്ഞു കേട്ടല്ലോ എന്ന് പറയണം. പിന്നീട് നേരെ സുധിയുടെ അടുത്തേക്കല്ലേ. മോള് വിഷമിക്കണ്ട കേട്ടോ, സുധീനെ കൂട്ടി മണ്ഡപത്തിലേക്ക് പോകാൻ പറയണം. ഈ സമയം കലാവതി മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, അതെ സുധിയോടായിട്ടാ പറഞ്ഞേ, ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ നിസ്സാര കാര്യം പ്രശ്നങ്ങളൊന്നുമില്ല, വെറുതെ കരഞ്ഞ് പ്രശ്നം ഉണ്ടാക്കേണ്ട വെച്ചാ നീ. അല്ല, അതിന് മാത്രം ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായത്? കരയാൻ പാത്തിന് ഇവിടെ ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ? അച്ഛന്റെ കാര്യം ചോദിച്ചെന്നോർത്ത് നീ കരയാൻ എന്താ ഇരിക്കണമെന്ന് ചോദിക്കുകയാണ്. സുധീനെ കുറ്റപ്പെടുത്തി കലാവതി മുത്തശ്ശി സഹിക്കാൻ പറ്റുമായിരുന്നില്ലത്. ശരി, നീ പോകാൻ നോക്കാം അവനെയും കൂട്ടിയിട്ടെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശി ലക്ഷ്മി അമ്മയോട് പറഞ്ഞു, ബാ നോക്ക് പാന്ന് പറഞ്ഞ് കയ്യെ പിടിച്ചോണ്ടും കൂടി പോവാണ്. ഈ സമയം രേവതിക്ക് വല്ലാത്ത സങ്കടമായി. രേവതിയുടെ അടുത്തേക്ക് ചന്ദ്രമതി അങ്ങോട്ട് വരികയാണ്. ഒരു ദാരിദ്ര്യവാസി വന്നേക്കുന്നു. അന്നോട്ടോ എന്റെ കുടുംബത്തിൽ കയറിയിട്ട് എന്നെ ചൊറിയാനായിട്ട് വന്നിരിക്കുന്നു പറയണം. ഇത് കേട്ടപ്പോ രേവതിക്ക് ഭയങ്കര സങ്കടപ്പേ. ദാരിദ്ര്യവാസി എന്ന് വിളിച്ചത് എന്റെ അമ്മേനെ എന്നൊക്കെ മനസ്സിലായി. ഈ സമയം രേവതി പറഞ്ഞു, അതിന് എന്റെ അമ്മ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. തെറ്റൊന്നും പറഞ്ഞില്ല പോലും. അല്ല, നിനക്ക് കല്യാണം കൂട്ടി പോയാ പോരെ? അല്ല, നിന്റെ അമ്മേനെ ഇത് ഇങ്ങോട്ട് വിളിച്ചേ? ഒരു കല്യാണം പറഞ്ഞോർത്ത് കുടുംബം അടച്ച് ഇങ്ങോട്ട് വന്നേക്കും, നാണമില്ലാത്തങ്ങള് എന്നും പറയാം. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു കാര്യത്തിലും ഇടപെടാൻ വന്നേക്കരുത്. അതിന്റെ അമ്മയോട് പറഞ്ഞെന്ന് മനസ്സിലാക്കിയാണ് എന്ന് പറയാണ്. രേവതിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. രേവതി ഒന്നും മിണ്ടിയില്ല. ചന്ദ്രമതി ഇത്രയും പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയം സച്ചിയുടെ വണ്ടിയിൽ നവീൻ ഫോൺ ചെയ്തോണ്ടിരിക്കുകയാണ്. നവീൻ വിളിച്ചിട്ട്, ആണോ? ശരി ശരി, അതെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അവൾ എന്റെ കസ്റ്റഡിയിലാവുമെന്ന് പറയാണ്. പിന്നെ ലോഡ്ജ് മുറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടല്ലേ, ഒരു കുഴപ്പമില്ലെന്ന് അങ്ങേ തലയ്ക്കുന്ന ഫ്രണ്ട് പറയാ. ശരി, നീ വെയിറ്റ് ചെയ്യ അവിടെ, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ വന്നേക്കാം. ഇപ്പോഴാണെങ്കിൽ ഞാൻ അവളുടെ ഫോട്ടോ കണ്ട് ആശ്വസിച്ചുകൊണ്ടിരിക്കുക. വൈകുന്നേരം അവൾ എനിക്ക് സ്വന്തം ആവില്ലേന്ന് പറയുക. അങ്ങനെ ഫോൺ വെച്ചു. ഈ സമയം സച്ചിക്ക് വല്ലാത്തൊരു ദേഷ്യമൊക്കെ വരുന്നുണ്ട്. ഏതോ പെണ്ണിനെ കുറിച്ച് എത്ര അനാവശ്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സച്ചി, നീ നിന്നെ തന്നെ കൺട്രോൾ ചെയ്യേ, വേണ്ട ഒരു പ്രശ്നത്തിലും ഇടാടാൻ വേണ്ട. നീ വേണ്ട ടാക്സി ഡ്രൈവർ മാത്രമാണ്. അവൻ കാറിൽ കയറി യാത്രക്കാരൻ, ഇതിലപ്പുറമൊന്നും ഒന്നും വേണ്ട. അവൻ അവന്റെ പാട് നോക്കി പോട്ടെ. സച്ചി മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. ഈ സമയം മണ്ഡപത്തിലേക്ക് ശ്രുതിയായിരുന്നു. പിന്നീട് ശ്രുതിനെ കൊണ്ട് ചന്ദ്രമതി അങ്ങോട്ട് ചെല്ലുവാണ്. അങ്ങനെ അടുത്തുകൊണ്ടേ ഇരുത്തി പൂജാരി തന്ത്രങ്ങളൊക്കെ ഇങ്ങനെ ചൊല്ലിയതിന് ശേഷം മാല എടുത്ത് കൊടുക്കുകയാണ്. ആദ്യം ശ്രുതിയുടെ കഴുത്തിൽ അണിയിച്ചു. പിന്നീട് ശ്രുതി വന്നിട്ട് ശ്രുതിയുടെ കഴുത്തിലും അണിയിക്കുകയാണ്. അങ്ങനെ മാലയൊക്കെ അണിഞ്ഞ് അവിടെ ഇരിക്കുന്ന സമയത്ത് കലാവതി മുത്തശ്ശി അവിടെ എല്ലാം ചുറ്റും നോക്കുകയാണ്. രവീന്ദ്രൻ വന്നിട്ട് ചോദിച്ചു, എന്താ അമ്മ എന്തു പറ്റിയെന്ന് ചോദിക്കുക. അല്ല, രേവതി മോളെ കണ്ടില്ല, ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവിടെ ഇവിടെ എവിടെയും കാണുമെന്ന് പറയണം. ഇതുവരെ സച്ചിയും വന്നില്ലോ, അവൻ വരുമേ എന്ന് പറയാണ്. ശരിയെന്ന് പറയാണ്. പിന്നീട് കലാവതി മുത്തശ്ശി അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയം രേവതി എന്ത് ചെയ്യാം, രേവതി നോക്കിക്കഴിഞ്ഞപ്പം ശ്രുതിയുടെ മാല ഇച്ചിരി മാറിക്കിടക്കുന്നു. പെട്ടെന്ന് ആ മാല പിടിച്ച് നേരെ ഇടാൻ നോക്കി. ചന്ദ്രമതി ഇത് കണ്ടു. ചന്ദ്രമതി, നീ എന്താ ചെയ്തെന്ന് ചോദിക്കും. അല്ലമ്മ, മാല ഒന്ന് നേരിട്ട തൊട്ട് പോയേക്കരുതെന്ന് പറയണം. അവള് മാല നേരെ ഇടുന്നു പോലും. അതെ, നീ തൊട്ട് അശുദ്ധമാക്കാനുള്ളതല്ലത്. നിന്റെ കൈ എങ്ങാനും പതിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ മോളുടെ കാര്യം, എന്റെ മോളുടെ ജീവിതം തന്നെ തകർന്നു പോകുന്നു പറയാം. അല്ലമ്മേ, അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണേ? ഈ മാല തൊടാതിരിക്കാൻ പാകത്തിന് എന്താ ഈ മാല കെട്ടിയ ഞാനല്ലേന്ന് ചോദിക്കാം. നീ മാല കെട്ടിയതൊക്കെ മുമ്പ് നിന്റെ കടയിൽ ഇരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇതിപ്പോ ഇവളുടെ കഴുത്തെ കിടക്കണ സമയത്ത് നീ തൊട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ദോഷം കൂടെ ഇവൾക്ക് വരും. പറഞ്ഞു കേട്ടല്ലോ. പിന്നെ
കല്യാണം കൂടണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ആ മൂലയ്ക്കാനും പോയി നിന്നോ, അല്ലെങ്കിൽ പുറത്ത് പോയി നിന്നോ, ഇവിടെ നിന്നെ കണ്ടുപോയേക്കരുത്. അവളുടെ കണ്ണും കൊണ്ട് വന്ന് നിൽക്കുന്നു കല്യാണം മുടക്കാനായിട്ട്. ഇറങ്ങി പോടീന്ന് പറയണം. രേവതിക്ക് വല്ലാത്ത സങ്കടം വന്നു. രേവതി ഒന്നും വിടാതെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പം അവിടെ ലക്ഷ്മിയമ്മക്ക് നിൽക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മിയമ്മക്ക് മനസ്സിലായി എന്തോ രേവതിക്ക് സംഭവിച്ചിട്ടുണ്ട്, ചന്ദ്രമതി എന്തോ പറഞ്ഞിട്ടുണ്ടെന്ന്. പെട്ടെന്ന് രേവതി ഇങ്ങോട്ട് പോയപ്പോൾ ലക്ഷ്മിയമ്മയും ശരത്തും ദേവും കൂടെ ആ കൂടെ അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം വീണ്ടും കാറിലിരുന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നവീന്. അങ്ങനെ നവീൻ പറഞ്ഞു, ഇന്ന് വൈകുന്നേരം അവൾ എൻ്റെ സ്വന്തം ആവിടാ. പിന്നെ നിങ്ങൾ കാർക്ക് വെള്ളം അവളെ എടുക്കാം, എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കിട്ടിയാൽ മാത്രം മതിയെന്നേ. ഇങ്ങനെ വളരെ മോശമായ രീതിയിലാണ് ശ്രുതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണേ. കുറെ സമയമൊക്കെ സച്ചി കേട്ടിരുന്നു. സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. സച്ചി പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ട് വണ്ടി. എന്താ എന്താ കാര്യം? നിങ്ങൾ എന്തിനാ വണ്ടി ബ്രേക്ക് പിടിച്ചെന്നിരിക്കണം? ബ്രേക്ക് പിടിച്ചോ? എന്തിനാ? ഞാൻ കാണിച്ചു തരാടാ. ഇവിടെ അടുത്തൊരു പൊതു ശ്മശാനമുണ്ട്. നിന്നെ അവിടെ ഇട്ട് കത്തിക്കാനാടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങടാന്ന് പറഞ്ഞ് വലിച്ചിറക്കുവാണ് നവീനെ ഇങ്ങോട്ട്. നവീനെ അങ്ങോട്ട് ഇറങ്ങി വന്നു. അല്ല എന്താ നിങ്ങൾ കാണിക്കുന്നത് എന്താ? ഞാൻ കാണിച്ചു തരാടാ എന്നും പറഞ്ഞ് അവന്റെ കർണം തീർത്തുന്ന ആളുടെ അങ്ങോട്ട് പൊട്ടിക്കുവാണ്. നിനക്ക് ഇത്രയൊക്കെ അഭ്യാസമോ? നീ ഈ സച്ചി ആരാന്ന് നിനക്ക് അറിയത്തില്ല. നിന്റെ വീട്ടിൽ അമ്മയും പെങ്ങളും ഒന്നും ഇല്ലേന്ന് ചോദിക്കണം. നിങ്ങൾ എന്താ പറയണേ? അല്ല നിങ്ങൾ സ്ത്രീകളെ കുറിച്ച് ഇത്ര മോശമായിട്ട് നീ പറയാനായിട്ട്? അതിന് ഞാൻ നിന്റെ അമ്മേനെ പെങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞില്ലോ. അത്രയ്ക്കാണെന്ന് ചോദിച്ചു വീണ്ടും കൊടുത്തു അവന്റെ കർണം തീർത്തിട്ട്. മേലാൽ എന്റെ വണ്ടിയുടെ പരിസരത്ത് പോലും നിന്നെ കണ്ടുപോയേക്കില്ലേ. അവൻ ഏതോ ഒരു പെങ്കൊച്ചിനെ കുടുംബം തകർക്കാനായിട്ട് അവൻ രാവിലെ കച്ചവെട്ടി ഇറങ്ങിയേക്കുവാ. പാന്റും ഷർട്ടും ഒക്കെ ആയിട്ട് ഇൻസേർട്ടും ചെയ്തിട്ട്. നാണം ഇല്ലോടാ നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനെന്ന് ചോദിക്കാം. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ ആരാന്ന് നിനക്ക് അറിയത്തില്ല എന്ന് പറയാ. നീ ആരാണെങ്കിലും എനിക്ക് എന്നാടാ? അതെ, ഒരു സ്ത്രീയെ കുറിച്ച് ഇത്ര വലിയ അനാവശ്യങ്ങളൊക്കെ നീ പറഞ്ഞിരിക്കുന്നത്. നിന്നെ തല്ലി കൊല്ലണ്ടാ. പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൻ ഓടുവാണ്. സച്ചി പുറകെ ഓടി. ഇവിടെ സച്ചിയുടെ ഫോൺ പിടിച്ചു നോക്കിയപ്പോ അച്ഛനാ വിളിക്കണേ. രവീന്ദ്രൻ ചോദിച്ചു, മോനെ നീ ഇത് എവിടെയാന്ന് ചോദിക്കുക. അല്ലച്ഛൻ ഞാൻ അങ്ങോട്ട് വരാൻ തുടങ്ങിയതാ. എന്ത് ചെയ്യാനാ? കാറിലൊരുത്തൻ കയറി. അവൻ കയറിയിട്ടേ വളരെ മോശമായിട്ട് സ്ത്രീകളെ കുറിച്ചൊക്കെ സംസാരിച്ചിരിക്കുന്നു. എന്നിട്ടോ ഞാൻ അവനെ അങ്ങോട്ട് പഞ്ഞിക്കിടുവായിരുന്നു. അവൻ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി. ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ അവനെ പിടിച്ചടിച്ചു. അവൻ ജീവനും കൊണ്ട് ഓടി. ഇതൊക്കെയല്ലേ സംഭവിച്ചേ? അതെ, നീ അവന്റെ കൂടെ പുറകെ ഓടണ്ട. നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. സമയം ഇപ്പൊ എത്രയാന്ന് ഓർത്തോണ്ടിരിക്കുന്നത്? മുഹൂർത്തത്തിനുള്ള സമയം എന്ന് പറയണം. ശരിയാച്ചാ, ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാന്ന് പറയണം. ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചി ഫോൺ വെക്കുവാണ്. ഈ സമയം രേവതി വല്ലാത്ത സങ്കടത്തിലായിരുന്നു. രേവതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ. കാരണം ചന്ദ്രമതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു. പുറത്തേക്ക് വന്നപ്പോ ദേവ് പറഞ്ഞു, എന്നാ ചെയ്യാനായിപ്പോയി. രേവതി അടുത്ത് അമ്മായിമ്മയായിപ്പോയി. അല്ല ഞാൻ നാളെ പറഞ്ഞാൽ അവരോട്. രേവതി അടുത്ത് ഇന്നും കേട്ട് വിഷമിക്കണ്ട കേട്ടോ. കല്യാണം അവരവരുടെ മകന്റെ കല്യാണം ഗംഭീരമായിട്ട് അങ്ങോട്ട് ആഘോഷിക്കട്ടെ. ഇത് കേട്ട കഴിയുമ്പോഴത്തേനും വല്ലാത്ത സങ്കടം വന്നു ശരത്തിന്. ഇന്ന് അവർക്കിട്ട് ഒരു പണി കൊടുത്തിട്ടുള്ളൂ. ഞാൻ ആ സുധീനെ നിങ്ങൾ വിളിച്ചത് നാളെ അങ്ങോട്ട് പൊട്ടിച്ചാലോ? എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ രേവതി ചോദിക്കുകയാണ്. അന്നെങ്കിൽ അവരോട് നാളിനും പോയി പറഞ്ഞാലേ വേണ്ട ശരത്തെ, വേണ്ടാത്ത കാര്യങ്ങളൊന്നും നീ ഇടപെടാൻ പോണ്ട. അറിയാലോ, എന്തെങ്കിലും പോയി സംഭവിച്ചു പോയി കല്യാണം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റം കൂടെ നമ്മുടെ മോളുടെ തലയിലായിരിക്കും ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് അതിന്റെ ആവശ്യമില്ലാന്ന് പറയാം. എന്നാലും അമ്മേ, ഇതൊക്കെ കണ്ടും കേട്ടും എങ്ങനെ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത്? ഈ സമയം ദേവറിന് ശരത്ത് പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമാണ്. നാളെണ്ണം പൊട്ടിക്കുകയാണെങ്കിൽ പ്രശ്നത്തിനില്ല ഒരു പരിഹാരമാവെന്ന് പറയാം. ദേവതൻ വേണ്ട, അതൊന്നും വേണ്ട ശരത്തെ. കാരണം നാളെ ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്റെ നേരെ ആയിരിക്കും തിരിയുന്നത്. ഒന്നാമത്തെ കാര്യം, ഒരു കല്യാണം മുടങ്ങിയതാ. ഇനിയിപ്പൊ അടുത്ത കല്യാണം കൂടെ മുടക്കിയെന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും. എന്തിനാ വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത്? വേണ്ടാന്ന് പറയണം. ഈ സമയത്താണ് സച്ചിയുടെ കാർ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നത്. സച്ചി ഇറങ്ങുന്നുണ്ട്. രേവതി ഇങ്ങനെ സച്ചിനെ ഇങ്ങനെ തന്നെ നോക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളിന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് ഉച്ചയ്ക്കത്തെ വിശേഷത്തിൽ വരാം കേട്ടോ. അപ്പൊ എല്ലാവരും മറക്കാതെ കയറി കാണണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.